ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു സിറ്റിംഗ് വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. കുറേ ആയില്ലേ, ഞാനിപ്പോൾ അധികം ഷോർട്സ് ആയിട്ടില്ല, ഒന്നാമത് ടൈമില്ല. ആൻഡ് പിന്നെ നിങ്ങൾക്ക് കണ്ണുമ്പോഴും ചടുക്കല്ലേ ഓരോ ദിവസം എന്നും ഒരു വീഡിയോ തന്നെ. അതായത് ഒരു പ്രൊഡക്റ്റ് തന്നെ കുറേ നേരം കാണിക്കുമ്പോൾ നിങ്ങൾക്കും ചടുക്കുമല്ലോ. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു കുർത്തി ഹാൾ വീഡിയോ ആയിട്ടാണ് വന്നത്. ആൻഡ് കുർത്തിയും സൽവാറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങിൻ്റെ ഷോർട്സ് ഞാനിത് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇതിൽ ഈ ഒരു സൽവാർ സെറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടില്ല. ആൻഡ് ബാക്കിയെല്ലാം ഞാൻ ഇട്ടതാണ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ റിവ്യൂസും ഞാൻ പറയുന്നത് ആഫ്റ്റർ വാഷാണ്. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ ആട്ടോ ഞാൻ പറയുന്നത്. ആൻഡ് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും പോയിട്ട് മേടിക്കാം, ഒരു ഡൗട്ടും അതിലുണ്ടാവില്ല. ആൻഡ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാട്ടോ. ഈ ഒരു ടോപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച ഒരു ടോപ്പാണ്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എനിക്കിത് വന്നിട്ടില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടി എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ടാകും. ഇതിൻ്റെ ലെങ്ത്ത് എനിക്ക് എന്താ പറയുക, ഫോട്ടോയിൽ കുഴപ്പമില്ല, ലെങ്ത്ത് മെഷർമെൻ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എൻ്റെ പ്രശ്നമാണ് ഞാനധികം അങ്ങോട്ട് ചെക്ക് ചെയ്യാത്തത് ഇതിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ്. പക്ഷെ എനിക്ക് എന്താ പറയുക, ഫോട്ടോ ഒക്കെ കണ്ടാൽ കുറച്ചെങ്കിലും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തപ്പം എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടേക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ദിസ് ടോപ്പ്. ഇതിന് സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ സ്ലീവാട്ടോ, സ്ലീവ്ലെസ് ആണ്. നമ്മൾ ജസ്റ്റ് ടൈ ചെയ്യുന്നതാണ്. ഇത് ഇഷ്ടപ്പെട്ട്, മെയിനായിട്ട് ഇതും ഇതിൻ്റെ ഡൈ കളറും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാട്ടോ സത്യം പറഞ്ഞാൽ. ആൻഡ് ഡൈ കളറും അതേപോലെ തന്നെ ഈ ഒരു ടൈയും എനിക്കിഷ്ടമായി. അതിനെനിക്ക് ഒരു കുഴപ്പമോ കംപ്ലൈൻറ്റോ ഒന്നും തന്നെ അല്ല കേട്ടോ, അതൊക്കെ ഇഷ്ടമായി. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്, നല്ല കംഫർട്ടബിളാണ് ഇടാൻ. ആൻഡ് ഇത് കണ്ടോ, ഇങ്ങനെ എന്താ പറയുക, ലെയർ ആയിട്ടാണ് ഇത് ടോപ്പ് വന്നത്. കണ്ടോ, നല്ല അടിപൊളി, നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തത് വൈറ്റ് കളർ ഇന്നറും അതേപോലെ തന്നെ വൈറ്റ് കളർ ഒരു പാൻറ്റുമാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോർട്സ് കണ്ടാൽ മനസ്സിലാകും. ആൻഡ് ഷോർട്സിലില്ല, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എവിടെയെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. ആൻഡ് അത് കാണാം, അപ്പോൾ കണ്ടാൽ മനസ്സിലായിക്കോളൂ കേട്ടോ. ആൻഡ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഇതിൻ്റെ ബാക്ക് ഫ്രണ്ട് എന്നുള്ള വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് ഇട്ടാലും ഫ്രണ്ട് സൈഡ് ഇട്ടാലും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഇത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 359 റുപ്പീസാണ്. 359 ഈ ഒരു മുതൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി സെറ്റെല്ലാം, അതായത് സൽവാർ സെറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു, കുർത്തീസൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം നല്ല തന്നെ കിട്ടലുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇത് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ, നോട്ട് ബാഡ് എന്നേ പറയാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പം അതാണ് ഈ ഒരു ടോപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വെസ്റ്റേൺ വെയർ സെക്ഷനിലാണ് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഒന്നെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അല്ലെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി. ലിങ്ക് ഞാൻ എൻ്റെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടോപ്പ് വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഈ ടോപ്പ് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടതാണ്. കുറേ പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു 4-5 തവണയെങ്കിലും ഞാനിത് ഇട്ടിട്ടുണ്ടാകും. ഇത് നല്ല ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ കൂടെ വന്നിട്ട് ഒരു പാൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. അവർ നല്ലൊരു അടിപൊളി പാൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചളിയൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക, ഞാൻ പറഞ്ഞില്ല, ഇത് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. അലക്കിയിട്ടില്ല, അലക്കാൻ മീൻസ് അതായത് ലാസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ അലക്കിയില്ല, ഇന്നലെ ഇട്ടതൊന്ന്. അപ്പം അങ്ങനെ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട്. പാൻറ്റിൻ്റെ സൈസ് ലാർജാണ്.
രണ്ടും കോട്ടൺ തന്നെ കേട്ടോ. പാൻറ്റും നല്ല കോട്ടൺ തന്നെയാണ്. അതേപോലെ തന്നെ ടോപ്പും കോട്ടൺ ആണ്. ടോപ്പിൻ്റെ നെക്ക് വന്നിട്ട് ആലിയ കട്ടാണ്. ഇവിടെ ഞാൻ വെയർ ചെയ്യുമ്പം നെക്ക് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ പിന്ന് കുത്തലാണ്. ഒന്നെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ സ്റ്റിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പിന്നെ തന്നെ ഞാൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ കളറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എനിക്ക് എന്താ അറിയില്ല, ഇപ്പോൾ ബ്ലൂമിലാ ക്രേസ്. അതുകൊണ്ട് തന്നെ ഇപ്പം അധികം എനിക്ക് നോക്കി കണ്ടാൽ തന്നെ മനസ്സിലാവും അധികം ഞാൻ ബ്ലൂ കളക്ഷൻസാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ കൈ വന്നിട്ട് സ്ലീവ് വന്നിട്ട് 3/4 ആണ്. ആൻഡ് ഇവിടെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് തന്നെയാണ്. 3/4 കുറച്ചും കൂടി ലെങ്ത് ഉണ്ട് ഇത്. ആൻഡ് ഇവിടെ നെക്കിൻ്റെ അവിടെ കൊടുത്ത അതേ പ്രിൻ്റ് തന്നെയാണ് സ്ലീവിലും കൊടുത്തത് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ താഴെ ഭാഗത്ത് വേറെ പ്രിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. മീൻസ് അതായത് നെക്കിൻ്റെ അവിടെ കൊടുത്ത പ്രിൻസോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ അതേപോലെ തന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുത്തത്. ബാക്ക് ഭാഗമൊക്കെ നല്ലോണം മുകളിലേക്ക് കയറി നിൽക്കും. നമ്മൾ ഹിജാബ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും കാണും എന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഫുള്ളായിട്ട് ബാക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്, അത് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ പാൻറ്റും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഓൺലി 323 റുപ്പീസ് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ ആ ടോപ്പ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള സംഭവം കളക്ഷൻസ് മീഷോന്ന് തന്നെ ആ ഒരു റേറ്റിനേക്കാളും കുറഞ്ഞിട്ടുള്ളത് കിട്ടും. ഇതിപ്പോൾ ഇത് പാൻറ്റ് അടയ്ക്കാണ്. 323 റുപ്പീസ് മാത്രമേ ഈ ഒരു സെറ്റിനായിട്ടുള്ളൂ. മറ്റേതിന് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടോപ്പിനാകെ എന്താ പറയുക 359 റുപ്പീസ് അങ്ങനെ എങ്ങാനോ വരുന്നത്. 359 ആക്ച്വൽ പ്രൈസാണ് ഞാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ഇഫ് ദർ ഈസ് എനി ചേഞ്ചസ്. ആൻഡ് അതിനത്ര വരുന്നുണ്ട്. ഇത് വെറും ടോപ്പ് മാത്രമാണ്, ഇന്നേഴ്സോ പാൻറ്റോ കാര്യങ്ങളൊന്നും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇതിൻ്റെ കൂടെ പാൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല സൂപ്പർ കംഫർട്ടബിളാണ്. ഞാൻ മെയിനായിട്ട് ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പം യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. കോളേജ് സ്റ്റുഡൻസിനൊക്കെ മേടിക്കാം. ഇതിൻ്റെ സൈസ് സ്മോൾ തൊട്ടിട്ട് XXL വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും മേടിച്ചോ. ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ടോപ്പാണ്. ഇതും ഒരു ആലിയ കട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബ്ലൂമിലാണ് ഇപ്പം എൻ്റെ ക്രേസ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ബ്ലൂവിൻ്റെ ആറാട്ടായിരിക്കും. എനിവേ ആലിയ കട്ടാണ്. ഞാൻ ആലിയ കട്ട് ഇറങ്ങിയ ടൈമിൽ ഞാൻ ആലിയ കട്ടിൻ്റെ ഒരു ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടില്ല. എനിക്കൊരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ആലിയ കട്ടിൻ്റെ എനിക്ക്. അതുകൊണ്ട് ഞാൻ മേടിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഇത് എന്ന് വെച്ചാൽ കുറച്ച് കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ ഇങ്ങനെ കവറിങ് വന്നിട്ട് ഇവിടെ നല്ല സീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കളർ വന്നിട്ട് കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫോണിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ. ഒരു ബ്ലൂ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നത്. ആൻഡ് ഇതിൻ്റെ നെക്ക് പോർഷനിലും ബ്ലൂ പ്രിൻറ്റിൽ ഒരു മിറർ വർക്ക് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ത്രെഡ് വർക്കാണ്. ആൻഡ് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 3/4 ആണ്. ഇവിടെയും ഒരു ത്രെഡ് വർക്കും പ്ലസ് മിറർ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇവിടെ ഫ്രിൽസ് തന്നെയാണ് കൊടുത്തത്. ബാക്കിലും ഫ്രിൽസാണ് കൊടുത്തത് കേട്ടോ. കണ്ടോ, ബാക്ക് ഭാഗം നല്ലോണം മുകളിലേക്ക് കയറി കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇത് സൈഡ് ഓപ്പൺ ആണെന്ന് വിചാരിച്ചിട്ട് കുറേ അങ്ങ് മുകളിലേക്കൊന്നല്ല, നല്ല താഴ്ന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സൈഡ് ഓപ്പൺ തന്നെയാണ്. നമ്മൾ ഡ്രസ്സ് ലെഗിൻ ഇട്ടാലും ബോറോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ കൂടെ അധികം പെയർ ചെയ്യൽ വൈറ്റ് പലാസോ പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ഷാളും ആണ് ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യൽ. ആൻഡ് കോട്ടൺ ആണ് കേട്ടോ, നല്ല അടിപൊളി കോട്ടൺ ആണ്. കോട്ടൺ പ്ലസ് റയോൺ മിക്സ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ കൂടെ പാൻറ്റോ ഷോളോ കാര്യങ്ങളൊന്നും തന്നെയല്ല, വെറും ജസ്റ്റ് ഈ ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 361 റുപ്പീസാണ്. ഞാൻ മേടിച്ച സൈസ് എത്രയെന്ന് വെച്ചാൽ ലാർജാണ്, 40 സൈസിലാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സ്മോൾ തൊട്ട് XXL വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോയിട്ട് മേടിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നമുക്ക് അടുത്ത ഒരു ടോപ്പിലേക്ക് പോകാം. ആൻഡ് അനദർ ടോപ്പ്. അപ്പോൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സൽവാർ സെറ്റാണ്. ഈ ഒരു സൽവാർ സെറ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ കൂടെ ദുപ്പട്ട ഉണ്ട്.
പ്ലസ് ഈ ഒരു പാൻറ് ഉണ്ട്, പ്ലസ് ഈ ഒരു ടോപ്പും കൂടി ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു മസ്റ്റാർഡ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഇതൊരു സെറ്റ് വന്നിട്ട്. ബാക്കിയുള്ള ടോപ്പിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ്, 559 റുപ്പീസാണ്. കുഴപ്പമില്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് എന്താ പറയുക, ഷോളാണെങ്കിലും അത്യാവശ്യം ലെങ്ത്ത് കുറച്ച് കുറവുണ്ട്, വിടുത്ത് അത്യാവശ്യം നല്ല വിടുത്തുണ്ട്. എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വിടുത്തുണ്ട്. നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു ഈ ഒരു എന്താ പറയുക ലെങ്ത്തേ ഇതിനുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, എനിവേ ഇതാണ് അടുത്ത ടോപ്പിൻ്റെ കഥ പറഞ്ഞാൽ, ദുപ്പട്ടൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇത് പാൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് ഈ പാൻറ്റിൻ്റെ ഇവിടെ സൈഡിൽ ഇതാ നല്ലൊരു എന്താ പറയുക ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറായാലും നല്ല രസമുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വിടുത്ത് കുറച്ചിട്ട് എന്താണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ താഴത്ത് ഇതാ ഒരു ലേസ് എല്ലാം കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഒരു പാൻറ് വന്നിട്ടുള്ളത്. ടോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. സൈസ് വന്നിട്ട് XXL ആണ്. ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിലാണ് ഇവിടെ കണ്ടോ, ഇവിടെ ആ പാൻറ്റിൻ്റെ പ്രിൻ്റ് അതേ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലേസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കയ്യിൽ ഇതാ സ്ലീവിൻ്റെ ഇവിടെ 3/4 സ്ലീവാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് നെറ്റും ലേസും കാര്യങ്ങളും പാൻറ്റിൻ്റെ ഒരു ചെറിയൊരു കട്ട് പീസെല്ലാം കൊടുത്തിട്ടുണ്ട് മാച്ച് ചെയ്യാനും വേണ്ടിയിട്ട്. ആൻഡ് ഈ കളറിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു റോയൽ കളറാണ്. നമുക്ക് പാർട്ടി മീൻസ് എങ്ങോട്ടെങ്കിലും മാരേജിനോ അങ്ങനത്തെങ്കിലും പോവുകയാണെങ്കിലും ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കുറച്ച് അട്രാക്റ്റീവ് കളറാണ്. എല്ലാവർക്കും എല്ലാ ഒരു കളർ ടോണിനും മാച്ച് ആവുന്നൊരു കളറാണ് ഈ ഒരു മസ്റ്റാർഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ കേട്ടോ. ആൻഡ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.